നമസ്കാരം. വിവാദങ്ങൾ കെട്ടടങ്ങി വീണ്ടും പൊതുപരിപാടികളിലും പാർട്ടി പരിപാടികളിലും സജീവമായി വരുന്നതിനിടയിലാണ് പാലക്കാട് എം.എൽ.എ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെട്ടിലാക്കി പുതിയ ശബ്ദരേഖയും വാട്സപ്പ് ചാറ്റും പുറത്തുവരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ വിഷയത്തിൽ കോൺഗ്രസ് ശ്രദ്ധയോടെ മാത്രമേ പ്രതികരിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസം പത്രികാ സമർപ്പണത്തിനിടെ പിഴവുകൾ ചൂണ്ടിക്കാട്ടി വരണാധികാരി പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും കോൺഗ്രസുകാരായ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിക്കളയാൻ ശ്രമങ്ങൾ നടന്നിരുന്നു. എന്നാൽ ആ ശ്രമത്തെ ചെറുത്തു തോൽപ്പിച്ച് UDF പ്രവർത്തകരുടെ ഹീറോയായി മാറിയത് പാലക്കാട് എം.എൽ.എ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. അങ്ങനെ പഴയ ഇമേജിലേക്ക് വരാൻ ശ്രമങ്ങൾ നടത്തുന്നതിനിടയിലാണ് രാഹുൽ വീണ്ടും കുരുക്കിലായിരിക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്ന ഓഡിയോയും ചാറ്റും പരമാവധി കോൺഗ്രസിനെതിരെയുള്ള പ്രചാരണമാക്കി മാറ്റാനാവും CPM ശ്രമിക്കുക. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ തന്നെ ഇതെല്ലാം തന്നെ കോൺഗ്രസിന് തലവേദനയാണ്. അതേസമയം ലൈംഗിക ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പരാതി നൽകാൻ ഇരയായ യുവതി തയ്യാറെടുക്കുന്നുവെന്ന് സ്ഥിരീകരിക്കാത്ത ചില മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. മുഖ്യമന്ത്രിക്ക് പരാതി നൽകും. തെളിവുകൾ മുഖ്യമന്ത്രിക്ക് കൈമാറാനാണ് യുവതിയുടെ തീരുമാനം. ഗുരുതര ശബ്ദ സംഭാഷണങ്ങൾ പുറത്തു വന്നപ്പോഴെല്ലാം രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഭീഷണിയും അധിക്ഷേപവും തുടരുന്ന സാഹചര്യത്തിലാണ് നീക്കമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. യുവതിയെ ഗർഭധാരണത്തിന് നിർബന്ധിച്ചതിനും പിന്നീട് ഗർഭഛിദ്രത്തിനായി സമ്മർദ്ദം ചെലുത്തിയതിനും തെളിവുകളെന്ന് പറയപ്പെടുന്ന കൂടുതൽ ശബ്ദരേഖകളും വാട്സപ്പ് ചാറ്റുകളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കുഞ്ഞിനെ വേണമെന്ന ആവശ്യവും അതിനായി ഗർഭനിരോധന ഗുളികൾ ഒഴിവാക്കാൻ ആവശ്യപ്പെടുന്നതുമാണ് ചാറ്റിലെ പ്രധാന ഉള്ളടക്കം. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് ആരോപിച്ച് യുവതി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ഈ ചാറ്റ് വിവരങ്ങൾ പുറത്തു വന്നത്. ആ ചാറ്റിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ മാർച്ച് മിക്കവാറും എല്ലാ ദിവസവും ചെയ്യാം, നീ പ്രഗ്നൻ്റ് ആകൂ എന്ന് രാഹുൽ പറയുമ്പോൾ പിൽസ് മുഖ്യമെന്ന് പെൺകുട്ടി മറുപടി നൽകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിന് നോ എന്നായിരുന്നു മറുപടി നൽകുന്നത്. എന്തുകൊണ്ടെന്ന് പെൺകുട്ടി ചോദിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം, നമ്മുടെ കുഞ്ഞ് വേണമെന്ന് മറുപടി നൽകുന്നു. കുഞ്ഞിനെ വേണമെന്ന് വാശി പിടിച്ച രാഹുൽ യുവതി ഗർഭം ധരിച്ചപ്പോൾ നിലപാട് മാറ്റി ഗർഭചിത്രത്തിനായി നിർബന്ധിക്കുന്ന ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നത്. നമ്മുടെ കുഞ്ഞ് വേണം, നീ പ്രഗ്നൻ്റ് ആകാൻ തയ്യാറാകുമെന്ന് രാഹുൽ ആവശ്യപ്പെടുന്ന ചാറ്റാണ് പുറത്തു വന്നത്. അതേസമയം ഇപ്പോൾ പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പിൽ യുവതിയുടെ ദുരിതാവസ്ഥയെ രാഹുൽ ഡ്രാമ എന്ന് വിളിക്കുന്നതും കാണാം. ആ സംഭാഷണം ഇങ്ങനെ, പെൺകുട്ടി ഇങ്ങനെ പറയുന്നു: ഡോക്ടറെ അറിയാം, അമ്മയ്ക്കൊക്കെ അറിയാവുന്ന ഡോക്ടറാണ്, എനിക്കൊരു പേടിയുണ്ട് അവിടേക്ക് പോകാൻ. എവിടെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് രാഹുൽ ഇതിനോട് മറുപടിയായി ചോദിക്കുന്നു. എനിക്കാകെ വയ്യാതിരിക്കുകയാണ്, വോമിറ്റിംഗ് ഉണ്ട്, അതിൻ്റേതായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. എൻ്റെ പൊന്നു സുഹൃത്തെ, താൻ ആദ്യം ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കൂ, എനിക്ക് ഡ്രാമ കാണിക്കുന്നവരെ ഇഷ്ടമല്ല എന്ന് രാഹുൽ മറുപടി നൽകുന്നു. എന്ത് ഡ്രാമ എന്നാണ് പറയുന്നത്? എനിക്ക് വയ്യാതിരിക്കുകയാണ്, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, എനിക്ക് വീട്ടിൽ പോയിട്ട് അമ്മയെ കണ്ടിട്ട് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് യുവതി പറയുമ്പോൾ നിൻ്റെ ഈ അസഭ്യവാക്ക് കൂട്ടിയുള്ള ഒരു വർത്തമാനം നിർത്തൂ എന്നാണ് രാഹുൽ പറയുന്നത്. എനിക്കിത് ചെയ്യാൻ വയ്യ എന്ന് പെൺകുട്ടി പറയുമ്പോൾ, ഞാൻ നിന്നോട് കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഇന്നുകൊണ്ട് ലോകം അവസാനിക്കാൻ പോവുകയില്ലല്ലോ, എനിക്കൊരു അല്പം സമയം എന്നല്ലേ. പിന്നെ 3 ദിവസമായിട്ട് പ്രശ്നമൊന്നുമില്ല, നീ നിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു, പിന്നെ ഇപ്പോൾ ചോദിച്ചപ്പോൾ മാത്രം നിനക്ക് ചൂട് വന്നത് എന്ത് എന്ന് രാഹുൽ ചോദിക്കുന്നു. എനിക്ക് വയ്യാഞ്ഞിട്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത്, എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, എന്താ പറയുക, സ്മെല്ലൊന്നും എനിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എനിക്കിത് ആരോടും പറയാനൊന്നും പറ്റുന്നില്ല. ഇതിന് മറുപടിയായിട്ടാണ് നീ ഈ ഡ്രാമയൊന്നും നിർത്തുമെന്ന് രാഹുൽ പറയുന്നത്. ഈ 1-ാം മാസത്തിൽ എന്തൊക്കെ ഉണ്ടാവുക എന്ന് നമുക്കൊക്കെ അറിയാവുന്നതല്ലേ, ചുമ്മാ അങ്ങ് ഡ്രാമ കാണിക്കുകയാണെന്നാണ് രാഹുൽ ഇതിന് മറുപടി നൽകുന്നത്. നിങ്ങൾ കുറേ പേരെ കണ്ടിട്ടുണ്ടാകും, എനിക്ക് എൻ്റെ കാര്യം മാത്രമേ അറിയൂ, ആദ്യത്തെ മാസം ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്ന്. താൻ ആദ്യം ഹോസ്പിറ്റലിൽ പോകുമെന്ന് രാഹുൽ ഉപദേശിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു മാറ്റം വരുന്നതെന്ന് പെൺകുട്ടി തിരിച്ചു ചോദിക്കുന്നു. ഇത് ആരുടെ പ്ലാനായിരുന്നു? എൻ്റെ പ്ലാനാണോ? ആർക്കാണ് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാനാണോ? പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ ഇങ്ങനെ മാറുന്നത്? നിങ്ങൾ എന്തിനാണ് എന്നിങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നതെന്നും പെൺകുട്ടി ചോദിക്കുന്നു. അതേസമയം നിയമപരമായി വിഷയത്തിൽ മുന്നോട്ട് പോകുമെന്നാണ് രാഹുൽ പ്രതികരിച്ചിരിക്കുന്നത്. തൻ്റെ പേരിൽ ഒരു ശബ്ദരേഖ പുറത്തുവിടുമ്പോൾ മാധ്യമപ്രവർത്തകർ എന്തുകൊണ്ടാണ് തന്നോട് ചോദിക്കാത്തതെന്നും അത് ശരിയായ മാധ്യമപ്രവർത്തനമല്ലെന്നുമായിരുന്നു രാഹുലിൻ്റെ പ്രതികരണം.